ഹായ് ഹലോ. എല്ലായിടത്തും മാമ്പഴക്കാലമൊക്കെ കഴിയാറായില്ലേ? അപ്പോൾ എനിക്കിവിടെ കോട്ടുകോണം മാങ്ങ 3-4 ടൈപ്പ് മാവ് നിൽപ്പുണ്ട്. പക്ഷേ ഇത്തവണ കോട്ടുകോണത്തിലാണ് നിറച്ച് മാങ്ങ പിടിച്ചിട്ടുണ്ട്. അതും ഞാൻ ഏകദേശം കൊടുത്തു കേട്ടോ. അവസാനം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് 1-2 നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കായ്ച്ച മാവ് കേട്ടോ. ഇതും കോട്ടുകോണം തന്നെയാണ്, തനിയെ മുളച്ച് വന്നതാട്ടോ. അപ്പോൾ ഇതിൽ 2 കായ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിളവെടുത്തു. ഇതിപ്പോൾ ഏകദേശം പാകമായിട്ട് നിൽപ്പുണ്ട്. ഇത് നമുക്ക് എടുത്തേക്കാം കേട്ടോ. കറയൊന്നുമില്ല. അപ്പോൾ ഇത് എൻ്റെ കിലോ പേരയുടെ മരം കേട്ടോ. അപ്പോൾ ഇതിൽ ഇത്തവണ നിറച്ച് കായ പിടിച്ച് നിൽപ്പുണ്ട്. കുഞ്ഞു കുഞ്ഞു കായകളാണ് നിൽക്കുന്നത്. ഇതിൽ 1-2 പാകമായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കതൊന്ന് നോക്കിയാലോ? കുഞ്ഞു കുഞ്ഞു കായകൾ ഒത്തിരി പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇത്തവണയാണ് ഇതിൽ നിറച്ച് കായ പിടിക്കാൻ തുടങ്ങിയത്. അത് ഇവിടെ അതുണ്ടോ അഴുത്ത് നിൽപ്പുണ്ട്. ഞാനിതിങ്ങനെ എടുക്കുക. യെസ്, ഇനിയുണ്ട് കേട്ടോ. ഇത് 2 ദിവസം കൂടി നിൽക്കുമെന്ന് തോന്നുന്നു. അത് വേണ്ട, ഇത് നമുക്ക് ആയോ? ഏകദേശം ആയിട്ടുണ്ട്. വേണ്ട, നിന്നോട്ടെ. അവിടെ വേറൊന്നുകൂടി ഉണ്ട് കേട്ടോ. ഇവിടെ നിൽപ്പുണ്ട്. ഈ തൊട്ടപ്പോൾ തന്നെ അതിങ്ങ് പോന്നു. നന്നായിട്ട് പഴുത്തുന്നതാട്ടോ. നല്ല മണമാണ്. ഇതിൻ്റെ ഓറഞ്ച് മരം കേട്ടോ. സ്വീറ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞ് മേടിച്ചതാണ്. ആദ്യമൊക്കെ 1-2 കായ പിടിച്ചു. പക്ഷേ അത് നമുക്ക് പാകമായി കിട്ടിയില്ല. ഇത്തവണ ഇത് വീണ്ടും 3-4 നിൽപ്പുണ്ട് കണ്ടോ. ഒരു നിൽപ്പുണ്ട്. ഒരെണ്ണം അതിൻ്റെ ചുവട്ടിൽ കിടപ്പുണ്ട്. കൊഴിഞ്ഞ് വീണതാണ്. ചെറിയ കളറായിട്ടുണ്ട്. അല്ല, ഇവിടെ 2 വലിപ്പമുള്ള കായ നിൽപ്പുണ്ട്. പൂ പിടിക്കുന്നുണ്ട്. വീണ്ടും പൂ പിടിച്ച് വരുന്നുണ്ട്. പൂക്കൾ നിറച്ച് നിൽപ്പുണ്ട് കേട്ടോ. എവിടെയും ഒരു കായ നിൽപ്പുണ്ട്. ഇത് കണ്ടോ, ഇത് എഗ് ഫ്രൂട്ടാണ്. പലർക്കും ഇഷ്ടമില്ലാത്തൊരു ഫ്രൂട്ടാണ് ഈ എഗ് ഫ്രൂട്ട്. പക്ഷേ അത് പഴുത്ത് കഴിഞ്ഞാൽ, ഞാനിത് മൂന്നാർ പോയപ്പോൾ ഒത്തിരി ഒരു 4-5 വർഷം മുന്നേ മൂന്നാർ പോയപ്പോൾ എഗ് ഫ്രൂട്ട് കണ്ടപ്പോൾ മേടിച്ച് കഴിച്ചു. അപ്പോൾ അതിൻ്റെ വിത്ത് ഞാൻ പാകി മുളപ്പിച്ചതാട്ടോ. നമ്മൾ മൂന്നാറിൽ നിന്ന് കഴിക്കുന്ന ഫ്രൂട്ടിന് അവിടുന്ന് ഒരു അല്പം പോലും അതിൻ്റെ ആ ഒരു ചവർപ്പോ ടേസ്റ്റ് വ്യത്യാസമോ ഒന്നുമില്ലായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറും ഒക്കെ ആയിരുന്നു, ഒരു മധുരമൊക്കെ ആയിട്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ എഗ് ഫ്രൂട്ട് നമ്മൾ പിടിപ്പിച്ച് കഴിക്കുമ്പോൾ നമുക്കതൊരു ചവർപ്പായിട്ട് തോന്നും. പലർക്കും അത് ഇഷ്ടമില്ല. പിന്നെ പലരും പറയുന്നുണ്ട് ഷേക്ക് അടിച്ചൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു മുട്ടയുടെ നമ്മുടെ മുട്ടയുടെ മഞ്ഞയില്ലേ, ആ ഒരു മഞ്ഞയുടെ ടെക്സ്ചറും പിന്നെ വേറൊരു ചെറിയൊരു ചവപ്പ് വരും. പക്ഷേ എനിക്കിത് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് മുളപ്പിച്ചിട്ട് ഇത്രയും ആക്കി. ഒത്തിരി കായ മുന്നേ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരു 2-3 കായ നിൽക്കുന്നുണ്ട്. നോക്കി നമുക്ക് ഉണ്ടോ, ഇത്രയും വലിപ്പമുണ്ട്. നമ്മുടെ അബിയും ഒക്കെ നിൽക്കുന്ന ഒരു ഷേപ്പിൽ നിൽക്കുക. ഇത് ഫുള്ള് റൗണ്ട് ഷേപ്പിലുണ്ട്, ഈ ഒരു ഷേപ്പിലുണ്ട് കേട്ടോ. എനിക്കിവിടെ കായ പിടിക്കുന്നതല്ല, ഈ ഷേപ്പിലാണ്. പിന്നെ ഇതല്ലാതെ തന്നെ ഒത്തിരി കുഞ്ഞു കുഞ്ഞു കായകൾ നിൽപ്പുണ്ട് ഇവിടെയൊക്കെ. ഇതൊക്കെ കായകൾ നിൽപ്പുണ്ട്. ഇതിൻ്റെ വൈജ്ഞാവലിൻ്റെ പ്ലാന്റ് കേട്ടോ. ഇത് ഒത്തിരി കായ പിടിച്ചിട്ടുണ്ടായിരുന്നു. പൂക്കളും ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം കൊഴിഞ്ഞു പോയി. മഴ ആയതുകൊണ്ടാവാം. ഇവിടെ കിട്ടിയത് ആകെ ഈ 2 മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഏകദേശമായിട്ടുണ്ട്. ഇത് നമ്മുടെ പർപ്പിൾ ഞാവലിനേക്കാളും അല്പം കൂടി മധുരമുണ്ട്. ആ ഒരു ചവർപ്പില്ല. കഴിഞ്ഞ തവണ ഒത്തിരി കായ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ ചെറിയ വിളവെടുപ്പാണ്. എന്നാലും നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഈ പഴങ്ങൾക്കും പച്ചക്കറികൾക്കൊക്കെ ഒത്തിരി നമുക്ക് ഭയങ്കര വിലയുണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് നമുക്ക് പറിച്ചെടുക്കുക, കഴിക്കുക. പുറമേ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഒത്തിരി ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.